ഹിന്ദുത്വ നിലപാട് പൂർണ്ണമായും ഒരു സ്വാഭാവികതയിൽ അംഗീകരിച്ചു കൊള്ളണം. അതായത് ഭൂരിപക്ഷ നിലപാട് എല്ലാവരും അംഗീകരിച്ചു കൊള്ളണം. അതിൽ അങ്ങനെയേ നിങ്ങൾക്കിവിടെ കഴിയാൻ പറ്റൂ എന്ന സന്ദേശം കൂടി നൽകുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആർ എസ് എസിൻ്റെ 100-ാം വാർഷികത്തിൽ ആർ എസ് എസ് ആണ് രാജ്യത്തെ ഏറ്റവും വലിയ NGO, ഏറ്റവും വലിയ സാമൂഹ്യ സംഘടന എന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ച് പറയുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ വാചകങ്ങൾ കേട്ടത് സ്വാതന്ത്ര്യദിന സന്ദേശത്തിലാണ്. ആർ എസ് എസും സ്വാതന്ത്ര്യ സമരവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല, ആർ എസ് എസിൻ്റെ ആ കാലഘട്ടത്തിലെ പ്രവർത്തനം എന്തായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ആ ആർ എസ് എസിന് സ്വീകാര്യത, പൊതുസമൂഹത്തിൽ സ്വീകാര്യത ലഭിക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആർ എസ് എസിന് 40 ലക്ഷം പ്രവർത്തകരുണ്ട് എന്നുള്ള കണക്കുകളൊക്കെ ഇങ്ങനെ വരികയാണ്. പക്ഷേ ആർ എസ് എസ് ഒരു തരത്തിലും, ആർ എസ് എസ് ഒരു സംഘടനയാണ്, ആർ എസ് എസിൽ അംഗത്വം എടുത്തിട്ടല്ല പ്രവർത്തിക്കുന്നത്. അവിടെ ശാഖയിലേക്ക് ആളുകൾ പോവുകയാണ് ചെയ്യുക. അതിലെങ്ങനെ ഒരു 40 ലക്ഷം എന്നൊരു കണക്ക് അവർക്ക് ഔദ്യോഗികമായി അവർ എവിടെയും സൂക്ഷിച്ചിട്ടില്ല. അത് ആർ എസ് എസിലെ നേതാക്കൾ തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇങ്ങനെ പറഞ്ഞത് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. 40 ലക്ഷം അണികളുള്ള ഒരു വലിയ സംവിധാനമാണ് ഈ ആർ എസ് എസ് എന്ന് പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ആർ എസ് എസിൻ്റെ പ്രത്യയശാസ്ത്രം, അത് എല്ലാവരും അംഗീകരിക്കേണ്ട പ്രത്യയശാസ്ത്രം എന്ന രൂപത്തിലേക്ക് വരികയാണ്.